ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ലോങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴികളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഏതിനം കോഴികളെ വളർത്തണം, എങ്ങനെ വളർത്തണം, തുടക്കക്കാർക്ക് എന്തൊക്കെ സംശയങ്ങൾ, അതിനെക്കുറിച്ചൊരു ചെറിയൊരു തുടക്കക്കാർ എങ്ങനെ അതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ, വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, തംബ്നെയിലിൽ കോഴികളെ ഗിവ് അവേ തരുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തുടക്കക്കാർ ഏത് ഇനം കോഴികളെയാണ് വളർത്തേണ്ടത് എന്നുള്ളത് അവരുടെ ആവശ്യം അവരാദ്യം തിരിച്ചറിയണം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണം. മുട്ട ഉൽപ്പാദനത്തിനാണോ, അല്ലെങ്കിൽ ബിസിനസ് അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കാനാണോ, അല്ലെങ്കിൽ കോഴികളെ വളർത്തി വലുതാക്കിയിട്ട് മുട്ടയിടാനാകുമ്പോൾ കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ മാത്രമല്ലാതെ കുറച്ച് വലുതായിട്ട് 4, 5, 6 മാസം ആകുമ്പോഴൊക്കെ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. പിന്നെ അതുപോലെ തന്നെ മുട്ട പർപ്പസിനാണെന്നുണ്ടെങ്കിൽ അഴിച്ചു വിട്ട് വളർത്താനും ഫുഡ് വേസ്റ്റ് കൊടുത്ത് വളർത്താനൊക്കെ പറ്റിയിട്ടുള്ള കുറേ മുട്ടക്കോഴികളുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടത് ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, കൈരളി, സൊനാലി, ഫയോമി, ഇങ്ങനെയുള്ള കുറേ കോഴികളുണ്ട്. അതേപോലെ തന്നെ തലശ്ശേരി നാടൻ, ഇങ്ങനെയുള്ള കുറേ കോഴികളുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള മുട്ടക്കോഴികളൊക്കെ എന്താണെന്ന് വെച്ചാൽ 4-5 മാസം ആകുമ്പോഴത്തേനും മുട്ട ഇടാൻ തുടങ്ങും. നമ്മുടെ നാടൻ കോഴീനെ സംബന്ധിച്ച് നാടൻ കോഴി 6-7 മാസം ആവണ്ടേ മുട്ട ഇടാൻ. പിന്നെ അതുപോലെ തന്നെ കൈരളി കോഴി ഒരു 11 ഇനം സങ്കര ഇനം കോഴികൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡാണ്. വിദേശ ഇനം കോഴികളും നമ്മുടെ നാടൻ കോഴികളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡാണ് കൈരളി. അതുപോലെ തന്നെ സൊനാലി, ഫയോമി, നാടൻ കോഴിയും തമ്മിലുള്ള ക്രോസാണ് സൊനാലി. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കോഴീൻ്റെ സെയിം ലുക്കായിട്ട് നമുക്ക് തോന്നും. അടയിരിക്കില്ല, എന്നാൽ തുറന്നു വിട്ട് നമുക്ക് വളർത്താൻ പറ്റും. നാടൻ കോഴി ഒരു 60-70 മുട്ട ഇടുന്ന സ്ഥാനത്ത് കൈരളി, സൊനാലി ഇങ്ങനെയുള്ള കോഴികളൊക്കെ 200+ മുട്ട എന്തായാലും ഇടും. പിന്നെ നമ്മൾ നാടൻ കോഴീൻ്റെ അതേപോലത്തെ മുട്ടയൊക്കെ തന്നെ ആയിരിക്കും. ബ്രൗൺ കളർ, ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള മുട്ടകളായിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ തലശ്ശേരി നാടൻ ഒരു മുട്ടക്കോഴി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അടയിരിക്കും കേട്ടോ. കൂടുതലും അടയിരിക്കുന്ന കോഴികളാണ് അതിലുണ്ടാവുന്നത്. പിന്നെ സൊനാലി കോഴീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഈ തമിഴ്നാട് പോലെയുള്ള ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ കൂടുതലും കാണുന്നത് ഈ സൊനാലി കോഴികളാണ്. അവരിത് നാടൻ കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെയിൽ ചെയ്യും. കണ്ടാൽ തനി നാടൻ കോഴീൻ്റെ ലുക്കിലാണ് നമുക്കത് കാണാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, വെയിറ്റ് വെക്കൂല. പിന്നെ എന്താ പറയുക, ഒരു 1400, 1500 ആ രീതിയിലൊക്കെയുള്ള വെയിറ്റ് ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് ഫുഡേ കഴിക്കുകയുള്ളൂ. നല്ല ഉയരത്തിൽ പറക്കാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയൊക്കെ കൂടുതലുള്ള ഒരു ഇനം കോഴി കൂടിയാണ് സൊനാലി കോഴി. പിന്നെ ഫയോമി കോഴി. ഫയോമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉറവിടം ഈജിപ്റ്റാണ്. അതുകൊണ്ടാണ് ഈജിപ്ഷ്യൻ ഫയോമി എന്ന് അറിയപ്പെടുന്നത്. 3 തരം ഫയോമി ഉണ്ട്: സിൽവർ ഫയോമി, ലാവൻഡർ ഫയോമി, ഗോൾഡൻ ഫയോമി. ഗോൾഡൻ ഫയോമി അത്ര പോപ്പുലർ അല്ല, എന്നാലും സിൽവറിനും ലാവൻഡറിനും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. സിൽവർ ഫയോമിൻ്റെ മുട്ടയ്ക്ക് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് 25 രൂപ മുതൽ 30 രൂപ വരെ വാങ്ങുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാവൻഡർ ഫയോമിക്ക് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് 50 രൂപയാണ് അതിൻ്റെ മുട്ടയ്ക്ക് വില വരുന്നത്. ഇത് രണ്ടും 200-240 മുട്ട വരെ ഒരു വർഷത്തിലിടും. അടയിരിക്കില്ല. ചില ഫയോമികൾ 2-2.5 വയസ്സ് മുതൽ അടയിരിക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഇത് കുറേ കാലം മുട്ടയിട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. നമ്മുടെ BV3 കോഴിയൊക്കെ ഒരു പീരീഡ് വരെയല്ലേ മുട്ടയിടുള്ളൂ. ഈ പറഞ്ഞ കോഴികളൊക്കെ ഒരു 3-4 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിട്ടുകൊണ്ടേ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ ബിസിനസ് അടിസ്ഥാനത്തിൽ, വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ബ്രീഡാണ് BV380. അതായത് വർഷത്തിൽ 300 മുതൽ 320, 330 മുട്ട വരെ BV3 കോഴികൾ ഇടും. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുറന്നു വിട്ട് വളർത്താനോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് കൊടുത്ത് വളർത്താനോ ഒന്നും പറ്റില്ല. പാക്കറ്റ് ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നല്ല മുട്ട ഉൽപ്പാദനം ഉള്ളതുമാണ്. ബ്രൗൺ കളർ മുട്ടയാണ് അതിന് ലഭിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് വില മുട്ടയ്ക്ക് ഏകദേശം 8 രൂപ മുതൽ 9 മുതൽ 10 രൂപ വരെ കിട്ടുന്നുണ്ട്. 8 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലാഭം തന്നെയാണ്. കാരണം ഏകദേശം ഒരു കോഴിക്ക് 4 രൂപ വരെ ഒരു പെർ ഡേ ചിലവ് വരുന്നത്. 110 ഗ്രാമാണ് ഏത് കോഴിയായാലും ഒരു അഡൾട്ട് കോഴിക്ക് ഒരു ദിവസത്തെ ഫുഡ് വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ഫുഡ്
കണക്കാക്കി കൊടുക്കുകയാണെങ്കിൽ BV3 കോഴി തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. ചിലരെന്തായെന്ന് വെച്ചാൽ കൂടുതൽ ഫുഡ് കൊടുക്കും, എന്നിട്ട് പിന്നെ തീറ്റ ചിലവ് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക നഷ്ടമാണെന്ന് പറയും. ഒരിക്കലും അല്ല. ആ ഒരു അളവിൽ, അതായത് 2 നേരം വെച്ചിട്ട് നമ്മളെ റെഡിമെയ്ഡ് തീറ്റ അല്ലെങ്കിൽ ലെയർ മാഷ് ആണെങ്കിൽ എന്ത് ഫുഡാണോ കൊടുക്കുന്നത് പ്രായത്തിനനുസരിച്ച് ലെയർ മാഷോ ഗ്രോവറോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഉച്ച സമയത്ത് നമ്മൾ ഇലകളോ അല്ലെങ്കിൽ പുല്ലുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റ ചിലവും കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് ആ കോഴികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇറച്ചി ആവശ്യത്തിനാണ് നമ്മൾ കോഴികളെ വളർത്തുന്നത് എങ്കിൽ ഏറ്റവും നല്ലൊരു ഇനായിട്ട് തോന്നുന്നത് സാസോ, റെയിൻബോ അല്ലെങ്കിൽ ഗ്രാമശ്രീ ഈ കോഴികളുടെയൊക്കെ പൂവൻ കുഞ്ഞുങ്ങളെ നമുക്ക് ഹാച്ചറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അവരെ വാങ്ങി കൊടുത്തിട്ട് ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ആ ഒരു സീസണിലൊക്കെ നമുക്ക് കൂടുതൽ നാടൻ കോഴികളുടെ ഇറച്ചിക്ക് ഡിമാൻഡ് ഉണ്ടാവും. ആ സമയത്ത് നമുക്കിതിനെ വിൽക്കാവുന്നതാണ്. 4.5 മാസം ആകുമ്പോഴേക്കും നല്ല സൈസ് വെക്കുന്ന കോഴികളാണ് കേട്ടോ ഈ സാസോ, റെയിൻബോ എന്നൊക്കെ പറയുന്ന കോഴികൾ. പിന്നെ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡും തരംഗവുമായി കൊണ്ടിരിക്കുന്ന നാടൻ കോഴിയാണ് കേട്ടോ. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നാടൻ കോഴി വളർത്തലാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടവും അതുതന്നെയാണ്. അപ്പോൾ അത് ബിസിനസ്സിനേക്കാളും കൂടുതൽ അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്. നമ്മുടെ തനത് നാടൻ ബ്രീഡ് വളർത്തി കീപ്പ് ചെയ്യുന്നവർ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റ് വിലയും നല്ല ഡിമാൻഡും ഉള്ള ഒരു ഫീൽഡും കൂടിയാണ്, ഒരു മേഖലയും കൂടിയാണ് നാടൻ കോഴി വളർത്തൽ. പുള്ളി, കാപ്പിരി, ലൈനേജ്, നീക്കണ്ണൊക്കെ അങ്ങനെ വെറൈറ്റി പല ടൈപ്പ് കോഴികളുണ്ട്. ടോൾഡ്, ലൈനേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല കോഴികളുണ്ട് നാടൻ കോഴികൾ. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അടയിരിക്കും, തീറ്റ ചിലവ് വളരെ കുറവാണ്, ഒരു നേരത്തെ ഫുഡ് കൊടുത്താൽ മതി. പിന്നെ അവരെ നമ്മൾ അയച്ചു വിട്ട് വളർത്താനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ഏരിയ അവർക്കായിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ട് അതിലവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനും അവർക്ക് വേണ്ടത് ചിക്കിപ്പെറുക്കി കഴിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണെങ്കിൽ നാടൻ കോഴി ബെസ്റ്റ് മേഖലയാണ് നാടൻ കോഴി വളർത്തൽ. പിന്നെ അവർക്ക് എന്താ പറയുക, ഈ കേജിലിട്ട് വളർത്തുന്നതിനോട് യോജിപ്പില്ല കേട്ടോ നാടൻ കോഴീനെ. കാരണം മറ്റ് BV3 കോഴീനൊക്കെ പോലെയല്ല നാടൻ കോഴികൾ. അവർക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് നടക്കാനും അങ്ങനെയുള്ള ഒരു സംവിധാനം എന്തായാലും വേണം. പിന്നെ നമ്മൾ പുല്ല് കാര്യങ്ങളൊക്കെ അവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് കഴിക്കുമ്പോൾ പുല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതുപോലെ വാഴ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് കൊടുക്കുക, അപ്പോൾ അവർ കഴിച്ചോളും. പിന്നെ കുറച്ച് ലെയർ മാഷും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി, ബാക്കി തവിടും ലെയർ മാഷൊക്കെ കൊടുത്താൽ മതി. ബാക്കി ഇതുപോലെയുള്ള തീറ്റകളൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ ചിലവ് കുറവും എന്നാൽ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനവും നല്ല പ്രതിരോധ ശേഷിയൊക്കെ ഉള്ള ഒരു കോഴി കൂടെയാണ് നാടൻ കോഴി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നാടൻ കോഴി കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നാടൻ കോഴി കുഞ്ഞുങ്ങളെ ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. നമ്മൾ ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഹൈവേ ഡെലിവറിയാണ് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് ആരും ചോദിക്കരുത്. പിന്നെ അതുപോലെ തന്നെ കുട്ടനാടൻ ചാര, ചെമ്പല്ലി, താറാവ് മുട്ട സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാടൻ കോഴീൻ്റെ മുട്ട സെയിൽ ചെയ്യുന്നുണ്ട്. ഫയോമി കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നുണ്ട്. ഫയോമീൻ്റെ മുട്ട സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെന്തായാലും അത് അയച്ചു തരുന്നതാണ്. ഡെലിവറി വണ്ടിയിൽ അയച്ചു തരും. നിങ്ങളുടെ ഏരിയ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ഹൈവേൻ്റെ ഭാഗത്ത് എത്തുന്നതിന് 1 മണിക്കൂർ മുന്നേ വണ്ടിക്കാർ നിങ്ങളെന്തായാലും കോൺടാക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അവിടേക്ക് എത്തുന്ന ഒരു സമയം കണ്ടിട്ട് അവർ നിങ്ങളോട് പറയും ഇന്ന സമയത്ത് എത്തിക്കോളൂ കേട്ടോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് പോയി വാങ്ങുക. ഡെലിവറി ചാർജ് വരുന്നത് 300 രൂപയാണ് ഒരു ബോക്സിന് വരുന്നത്. അത് നിങ്ങൾ വണ്ടിക്കാർക്കാണ് കൊടുക്കേണ്ടത്, നമുക്ക് തരേണ്ടതല്ല കേട്ടോ. അതൊക്കെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഫോൺ വിളിച്ച് നമ്മളോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കും അതൊരു ഡിസ്റ്റർബാണ്. കാരണം ഇതിൻ്റെ ഫാം കൊണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്, നല്ലോണം അധ്വാനമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 1-2 ആളുകളല്ല, കുറേ ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇനി നമ്മുടെ ഗിവ് അവേനെ കുറിച്ച് പറയാം കേട്ടോ. ഗിവ് അവേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കോഴികളെ സമ്മാനമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതിൽ നിന്ന് 10 കമൻറ്റ് ഞാൻ തിരഞ്ഞെടുത്തിട്ട് അത് ആ 10 നമ്മൾ നറുക്കെടുപ്പ് നടത്തും. അതിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 2 പെടക്കോഴിയും ഒരു പൂവൻകോഴിനെയും നമ്മൾ കൊടുക്കും. അതായത് നല്ലൊരു ബ്രീഡിങ് സെറ്റായിട്ട് തന്നെ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ മുട്ട ഇടാനായത് കേട്ടോ. മുട്ടയിട്ട് ചണ്ടിയായ കോഴീനെ തന്നു എന്നൊന്നും പറയരുത്. കാരണം മുട്ട ഇടാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിലുള്ള കോഴികളായിട്ട് തരിക. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസായിട്ട് കൊടുക്കുന്നത് 5 കുട്ടികളായിരിക്കും.
2 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങളായിരിക്കും 5 കുഞ്ഞുങ്ങളെ കൊടുക്കും. തേർഡ് പ്രൈസ് കൊടുക്കുന്നത് 3 കുഞ്ഞുങ്ങളെ 2 മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങളെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, കമൻറ്റ് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ കൊടുക്കുന്ന ഫുഡുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു നേരത്തെ ഫുഡ് മാത്രമായിട്ട് കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെയുള്ള കച്ചറ മുച്ചറ സാധനങ്ങളൊക്കെയാണ് കൊടുക്കാറ്. എങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് പല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ പല ഫുഡായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, ഒരുമിച്ചെടുത്ത വീഡിയോ അല്ല. അതായത് കുറച്ച് ഭാഗമായിട്ട് ഓരോരോ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ എന്താ പറയുക, അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഇത്രയും തോന്നെ ഫുഡുകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ ഒരു നേരം കൈത്തീറ്റ ഞാൻ ഒരു നേരമായിട്ടോ കൊടുക്കലുള്ളൂ. ബാക്കിയുള്ള ഇതുപോലെ ഈ വാഴൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കാറ്. പിന്നെ വെള്ളപ്പാത്രം നമ്മൾ നീറ്റായിട്ട് എല്ലാ ദിവസവും കഴുകണം. പിന്നെ ഞാൻ ഈ പാത്രം ചാക്കിൽ എന്താ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ, എനിക്ക് പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ കയറിയിട്ട് ഇപ്പോൾ താറാവൊക്കെ കയറിയിട്ട് പാത്രമൊക്കെ ഡാമേജ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചാക്കിൽ വിരിച്ചെടുക്കും, ബാക്കിയുള്ള PVCയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.